ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും ലഭിച്ച വോട്ടിലാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. SNDP യോഗം ഇരിഞ്ഞാലക്കുട യൂണിയൻ ചെയർമാൻ സന്തോഷ് ചിറാക്കുളത്തെയാണ് ഇക്കുറിയും NDA രംഗത്തിറക്കിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കായി മുൻ DGP ജേക്കബ് തോമസാണ് മത്സരിച്ചത്. 4329 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ പാർലമെൻറ്റിൽ സുരേഷ് ഗോപിക്ക് 59,515 വോട്ട് ലഭിച്ചത് സന്തോഷ് ചിറാക്കുളത്തിന് പ്രതീക്ഷയേറ്റുന്നു. ഇരിഞ്ഞാലക്കുടയിലെ NDA സ്ഥാനാർത്ഥി ശ്രീ സന്തോഷ് ചിറാക്കുളം അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം. സന്തോഷേട്ടാ, കഴിഞ്ഞ തവണ നമ്മൾ പിരിയുമ്പോൾ അങ്ങ് കൊടുങ്ങല്ലൂരിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് രണ്ടാം വട്ടമാണ് ഇരിഞ്ഞാലക്കുടയിൽ ജനവിധി വരുന്നത്. എന്താണ് ഇത്തവണത്തെ ആത്മവിശ്വാസം രണ്ടാം വട്ടം വരുമ്പോൾ? ഇരിഞ്ഞാലക്കുടയിൽ 2016 മത്സരിച്ചപ്പോൾ അന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ, NDAക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇരിഞ്ഞാലക്കുട ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 2021 ജേക്കബ് തോമസ് മത്സരിച്ചു. അതിനുശേഷം ഇപ്പോൾ 2026 വീണ്ടും NDAയുടെ സീറ്റ് എനിക്ക് കിട്ടി. ഇന്ന് NDA വളരെ വലുതായി. 2020യും BDJSും അതുപോലെ ഉള്ള ഒരു ടീമാണ് ഇപ്പോൾ NDAയിലുള്ളത്. ഇരിങ്ങാലക്കുടയിൽ വളരെ വേരോട്ടമുള്ള ഒരു സംഭവമായി NDA മാറി. ഈ പ്രാവശ്യം ഇവിടെ താമര വിരിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു ഇടതു കോട്ടയാണ് എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിലും സുരേഷ് ഗോപി വലിയൊരു മാർജിനിൽ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലും വോട്ട് നേടിയിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 59,000 ചില്ലാൻ വോട്ട് പിടിച്ചു. അത് താമര അടയാളത്തിൽ തന്നെയാണ് വോട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം NDAക്ക് താമരയിൽ തന്നെ മത്സരിക്കുമ്പോൾ ഏകദേശം അത്രയ്ക്ക് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന വികസന കാര്യങ്ങൾ? ഇരിങ്ങാലക്കുടയിൽ LDF ആയാലും UDF ആയാലും മാറി മാറി ഭരിച്ചതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ റോഡുകൾ ഇപ്പോൾ 90 കൊല്ലമായി ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി രൂപീകൃതമായിട്ട് വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ UDF കൂടുതൽ കാലം ഭരിച്ചു, LDF ഭരിക്കുകയുണ്ടായി. പക്ഷേ ഇരിങ്ങാലക്കുട വികസനം എന്ന് ഇരിങ്ങാലക്കുട ഉണ്ടായോ അതിന് വലിയ വ്യത്യാസമൊന്നും ഇരിങ്ങാലക്കുടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവിടെ UDFൻ്റെ ഭരണം ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ബൈപ്പാസ് റോഡ് രാജകീയ വീതിയാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 100 ദിവസം പിന്നിട്ടിട്ടും ഒരു കുഴി പോലും അടയ്ക്കാൻ അത് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ LDFൽ വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കുടിവെള്ളം കിട്ടുന്നില്ല, കർഷകർക്ക് വേണ്ടത്ര സൗകര്യമില്ല, വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഇവിടെ നടക്കുന്നില്ല, വിദ്യാഭ്യാസപരമായി ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ഇനി NDA വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ കേരളം കടത്തിൽ നിന്നും കടത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സംഭവമായി മാറി. അതിന് ഇനിയൊരു മാറ്റം വരുത്തണമെങ്കിൽ NDA ഭരണം ഇരിങ്ങാലക്കുടയിൽ വരണം. എന്നാൽ മാത്രമേ കേന്ദ്ര ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞില്ലേ അത് തന്നെ ഇവിടെ നടപ്പാക്കിയാൽ മാത്രമേ ഇനി കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഈ ഇരിങ്ങാലക്കുടയ്ക്ക് NDA ഭരണം കിട്ടുകയാണെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രാഥമികമായി? ഇരിങ്ങാലക്കുടയിൽ 5 കാര്യങ്ങളാണ് ഒരു നിയോജകമണ്ഡലം രക്ഷപ്പെടണമെങ്കിൽ ആവശ്യമുള്ളത്. കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, പിന്നെ തൊഴിൽ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. ഈ 5 കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ടും ഇവിടെ നടപ്പിലാക്കിയാൽ മാത്രമേ ജനങ്ങളിലേക്ക് ഇത് ഒരു ഉന്നത ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ വീടുകളിൽ മറ്റേ വൃദ്ധരായ ആൾക്കാരെയാണ് കാണാൻ സാധിക്കുന്നത്. ബാക്കി കുട്ടികളൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ അവർ വിദേശത്ത് ഇപ്പോൾ പഠിക്കാൻ പോയേക്കാണ്. അവിടെ ചെറിയ തൊഴിലും ചെയ്ത് അതോട് ജീവിക്കുകയാണ്.
എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത്? കാരണം ഉന്നത വിദ്യാഭ്യാസം കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ തൊഴിലുണ്ടായാൽ അവർ വിദേശത്തേക്ക് പോയില്ല, ഇവിടെ നിൽക്കില്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ കുഴപ്പം. സന്തോഷേട്ടൻ്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഞങ്ങളിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒരു ഹബ്ബായി മാറുമെന്നും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിലുകളും ഇവിടെ തന്നെ സാധ്യമാകും എന്നുമാണ്. അതിനെങ്ങനെ കാണുന്നു? അത് അവർ പറഞ്ഞതുപോലെ സത്യമുണ്ടോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ നാട്ടിൽ നിന്ന് പോകുന്നു എന്നാണ് സന്തോഷേട്ടൻ ആരോപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ 10 കൊല്ലമായില്ലേ ഇവിടെ LDF ഭരിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് ഇത്ര നാളായിട്ടും 10 കൊല്ലം പോരെ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നിയോജകമണ്ഡലം നന്നാക്കാൻ? എനിക്കതിന് മറുപടി പറയാനുള്ള അവർക്ക് ഇനി സാധിക്കില്ല. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തൊക്കെയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ കാർഷിക വ്യാവസായിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു? കാരണം ഒരുപാട് കാർഷിക മേഖല വെല്ലുവിളി നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് പടിയൂർ ഭാഗത്തൊക്കെ, മുരിയാട് ഭാഗത്തൊക്കെ. ഇവിടെ NDA ഭരണത്തിൽ വന്നാൽ ഇപ്പോൾ മുരിയാട് മേഖല ഭരണത്തിലില്ലാത്തത് കൊണ്ട് ഇല്ലെങ്കിലും മുരിയാട് മേഖലയെ ഒരു കാർഷിക മേഖലയാക്കി കെട്ടിപ്പടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവിടെ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും കമ്മീഷൻ വന്ന് അവിടെ എല്ലാ കാര്യങ്ങളും പഠിച്ച് വിദഗ്ധ സമിതി കേന്ദ്രത്തിൽ നിന്ന് വരികയുണ്ടായി. അത് പഠിച്ച് അവിടേക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അതിപ്പോൾ ഭരണം കിട്ടിയാലും ഭരണം കിട്ടിയില്ലെങ്കിലും കേന്ദ്രം NDA ഭരിക്കുന്നത് കൊണ്ട് അത് ഞങ്ങൾ ചെയ്യും. ഇത്തവണ എത്ര വോട്ടുകൾ പ്രതീക്ഷിക്കാം? കേരളത്തിൽ എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കാം? നമ്മൾ കേരളത്തിൽ ഏകദേശം 20 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇടതിനും വലതിനും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ NDAക്ക് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഔട്ട് ഓഫ് സിലബസ് എന്ന് തന്നെ പറയാവുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ BJP ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധികം സീറ്റുകൾ കൈയാളിയിരുന്നത് A+ മണ്ഡലങ്ങളിൽ കൂടി. പക്ഷെ അതല്ല ഇത്തവണ മറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അതിൽ പാർട്ടി അംഗങ്ങൾക്ക് തന്നെ വലിയ വിയോജിപ്പുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്ക്? NDA മുന്നണി വളരണമെങ്കിൽ നമ്മൾ മറ്റു ഘടകകക്ഷികളെ സ്വാധീനിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണം. LDFയിലും UDFയിലും ഘടകകക്ഷികളിൽ നിന്ന് സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ 2020 ആയാലും BDJSലും എല്ലാവർക്കും വേണ്ട എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അത് BJP കൊടുക്കും. അതിൽ BJPയിൽ യാതൊരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ രാജിവെപ്പോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ UDFയിൽ നിങ്ങൾക്കറിയാം ഭയങ്കര പൊട്ടിത്തെറിയും രാജിവെക്കലും മത്സരിക്കാൻ പോക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. NDAയിൽ അങ്ങനെ സംഭവമില്ല, ഒരു പൊട്ടിത്തെറി എന്ന സംഭവമില്ല. സീറ്റ് കിട്ടിയില്ലേ അവർ മാന്യമായിട്ട് നേതൃത്വം പറയുന്നത് കേട്ട് NDAയിൽ കൂടെ വർക്ക് ചെയ്ത് അവർ ഒതുങ്ങി നിന്നുകൊണ്ട് വർക്ക് ചെയ്ത് വിജയിപ്പിക്കുന്ന രീതിയാണ് NDAയിൽ കാണുന്നത്. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീ സന്തോഷ് ചിറാകുളം. കഴിഞ്ഞ 2 വട്ടവും ഇരിങ്ങാലക്കുടയെ ജനവിധി തേടിയ വ്യക്തി കൂടിയാണ്. സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യവുമാണ് അദ്ദേഹം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഇരിങ്ങാലക്കുട നഗരസഭ കാട്ടൂർ, കാറളം, പടിയൂർ, പൂമംഗലം, മുരിയാട്, വേളൂക്കര, ആളൂർ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് ഇരിങ്ങാലക്കുട മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നഗരസഭയും ആളൂർ പഞ്ചായത്തും UDFന് ലഭിച്ചു. കാട്ടൂർ, കാറളം, പടിയൂർ, പൂമംഗലം, മുരിയാട്, വേളൂക്കര എന്നീ പഞ്ചായത്തുകൾ ഇടതുപക്ഷം ഭരിക്കുന്നു. അപ്പോൾ ആര് നിവർത്തും ഇരിങ്ങാലക്കുടയിൽ വിജയക്കുട? വികസനം മാത്രമാണ് മുന്നണികളുടെ വാഗ്ദാനം. ആര് മുന്നോട്ട് വയ്ക്കുന്ന വികസന മാർഗരേഖയിലാണ് ജനം വിശ്വസിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കണം. അതോ വികസന രേഖയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും വോട്ട് കേന്ദ്രീകൃതമാകുമോ?